ഹലോ എവരി വൺ, വെൽക്കം ടു CGK ലെക്ചേഴ്സ്. സോ നമ്മൾ പ്ലസ് ടുവിൻ്റെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന ചാപ്റ്ററിൻ്റെ 8ാമത്തെ ക്ലാസ് ആണ് നോക്കുന്നത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്, മോളാർ കണ്ടക്ടിവിറ്റി. മോളാർ കണ്ടക്ടിവിറ്റി നമ്മളതിനെ ഡിനോട്ട് ചെയ്യുന്ന ലെറ്റർ എന്ന് പറയുന്നത് ലാംഡ എം ആണ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിരുന്നു എന്താണ് കണ്ടക്ടിവിറ്റി എന്ന്, അല്ലേ? കണ്ടക്ടിവിറ്റി കാപ്പ എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചു. എന്തായിരുന്നു കാപ്പ എന്ന് പറയുന്നത്? കണ്ടക്ടിവിറ്റി, അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേര് വിളിച്ചായിരുന്നു, എന്താണ്? സ്പെസിഫിക് കണ്ടക്ടൻസ് എന്ന് വിളിച്ചായിരുന്നു. അത് കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ അതെന്താണ്? കണ്ടക്ടൻസ് തന്നെയാണ് എപ്പോഴുള്ള ഒരു യൂണിറ്റ് ലെന്തും ഒരു യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുമുള്ള ഒരു മെറ്റീരിയലിൻ്റെ കണ്ടക്ടൻസ് ആണ് എന്ത്? അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചായിരുന്നു. എന്നാൽ ലാംഡ എം എന്ന് പറയുന്ന മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് നിങ്ങൾ നോക്കണം, നമ്മൾ 2ാമത്തെ ക്ലാസ്സിൽ പഠിച്ചതാണ് ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ല്, അല്ലേ? അതിൻ്റെ നമ്മൾ ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തത് ആരായിരുന്നു? മോൾട്ടൺ NaCl ആയിരുന്നു. അവർ Na+ഉം Cl- അയോൺസുമായിട്ട് നിൽക്കുമെന്ന് നമ്മൾ പറഞ്ഞു. അത് നമ്മളൊരു പ്ലാറ്റിനം ഇലക്ട്രോഡ് എടുത്തായിരുന്നു, അവരൊരു ബാറ്ററിയുമായിട്ട് കണക്ട് ചെയ്തായിരുന്നു, അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കേണ്ടത്, ഈ എടുക്കുന്ന ഒരു ഇലക്ട്രോലൈറ്റിക് സെല്ല് ഇലക്ട്രോലൈറ്റ് മോൾട്ടൺ NaCl, അത് നമ്മൾ 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ, 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് ആണ് എടുക്കുന്നതെങ്കിൽ, അതായത് 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എത്ര NaCl കാണും? അതിൽ അവോഗാഡ്രോ നമ്പർ, അല്ലേ? 6.022 × 10⁻23 NaCl കാണും, അല്ലേ? ഇനി നമ്മൾ അറിയേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചു NaCl എന്താണ്? സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ പഠിച്ചായിരുന്നു, അല്ലേ? NaCl ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ NaCl സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയതുകൊണ്ട് NaCl എന്ത് സംഭവിക്കും? Na+ അയോൺസും Cl- അയോൺസുമായിട്ട് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യും? ഡിസോസിയേറ്റ് ചെയ്യും. കംപ്ലീറ്റ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യും. അപ്പോൾ ഇങ്ങനെ Na+ഉം Cl- ഡിസോസിയേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് 1 മോൾ ഇലക്ട്രോലൈറ്റ് എടുത്താൽ അതിൽ 6.022 × 10⁻23 ഉണ്ടെന്ന് പറഞ്ഞു, അവോഗാഡ്രോ നമ്പർ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അത്രയും തന്നെ Na+ഉം ഫോം ചെയ്യും, അല്ലേ? 10⁻23 Na+ഉം 6.022 × 10⁻23 Cl- അയോൺസും ഫോം ചെയ്യും, അല്ലേ? അവർ നമ്മൾ ഒരു ഇലക്ട്രോലൈറ്റ് ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ, അങ്ങനെ 1 മോൾ ഇലക്ട്രോലൈറ്റ് എപ്പോഴുള്ള 2 ഇലക്ട്രോഡുകളുടെ ഇടയിൽ 1 മോൾ ഇലക്ട്രോലൈറ്റ് വെക്കുമ്പോൾ ആ ഒരു കണ്ടക്ടൻസ് ആണ് എന്ന് പറയുന്നത്, അതിന്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ കണ്ടക്ടിവിറ്റി ഓഫ് എ മെറ്റീരിയൽ ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റ് കെപ്റ്റ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ് ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ആണെന്ത്? മോളാർ കണ്ടക്ടിവിറ്റി. വളരെ ഈസിയാണ്. കണ്ടക്ടൻസ് ഓഫ് 1 മോൾ ഓഫ് ഇലക്ട്രോലൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? അതിന്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത്, വിച്ച് ഈസ് കെപ്റ്റ് ബിറ്റ്വീൻ 2 ഇലക്ട്രോഡ്സ് ഓഫ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്ന് ഓർക്കണം. ഇനി നമുക്ക് ലാംഡ എം കണ്ടുപിടിക്കാൻ, നമ്മുടെ കണ്ടക്ടിവിറ്റി, മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ അതിന്റെ കാപ്പ, നമ്മുടെ കണ്ടക്ടിവിറ്റി ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ആണ് എടുക്കേണ്ടത്. ലാംഡ എം കണ്ടുപിടിക്കണമെങ്കിൽ കാപ്പ ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ ആണ് നമ്മൾ എടുക്കേണ്ടത്. ഇനി ഇതിന്റെ യൂണിറ്റ് നമുക്ക് അപ്പോൾ എങ്ങനെ എഴുതാം? യൂണിറ്റ് ഓഫ് ലാംഡ എം നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? കാപ്പയുടെ യൂണിറ്റ് എന്താ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്താണ്? സീമൻ m⁻⁻1 ആണ്. ഇതെന്താണ്? സി എന്താണ്? കോൺസെൻട്രേഷൻ ആണ്, കേട്ടോ. കണ്ടക്ടിവിറ്റി ബൈ കോൺസെൻട്രേഷൻ ആണെന്ത്? മോളാർ കണ്ടക്ടിവിറ്റി. Siem⁻⁻1 ഡിവൈഡഡ് ബൈ കോൺസെൻട്രേഷൻ യൂണിറ്റ് എന്താണ്? mol/m⁻³ ആണ്. അപ്പോൾ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? Siem⁻² mol⁻⁻1 ആണ് എന്തിന്റെ യൂണിറ്റ്? ലാംഡ എം അഥവാ മോളാർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് Siem⁻² mol⁻⁻1 ആണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇനി അടുത്ത ഒരു ഇക്വേഷൻ നമ്മുടെ പുസ്തകത്തിൽ പറയുന്നുണ്ട്. ലാംഡ എം = കാപ്പ × 1000 ഡിവൈഡഡ് ബൈ എം ആണ്. അപ്പൊ നിങ്ങൾ നോക്കട്ടെ, എം എന്ന് പറയുന്നത് ഇവിടുത്തത് മൊളാരിറ്റിയാണ്. എം എന്ന് പറയുന്നത് മൊളാരിറ്റിയാണ്. അപ്പൊ നിങ്ങൾ സൊല്യൂഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കാണും എന്താണ് മൊളാരിറ്റി എന്നുള്ളത്. എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഓഫ് സൊല്യൂട്ട്, നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ഇൻ ലിറ്റർ ആണ് എന്ത്? മൊളാരിറ്റി. അപ്പൊ നമ്മൾ കോൺസെൻട്രേഷൻ ലിറ്ററിന്റെ ടേംസിൽ പറയുവാണെങ്കിൽ അതിനെയാണ് നമ്മൾ മൊളാരിറ്റി എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ എന്താണ്? അത് ജസ്റ്റ് കോൺസെൻട്രേഷൻ ആണ്. നമ്മളത് m⁻⁻³ ടേംസിലാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് കോൺസെൻട്രേഷൻ mol⁻⁻3 തരുന്നതെങ്കിൽ ലാംഡ എന്ന് കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ കാപ്പ ഡിവൈഡഡ് ബൈ സി എടുക്കുക. എക്സാമിന് നിങ്ങൾക്ക് മൊളാരിറ്റിയിലാണ് നിങ്ങളുടെ കോൺസെൻട്രേഷൻ മെൻഷൻ ചെയ്യുന്നതെങ്കിൽ ലാംഡ = കാപ്പ × 1000 ഡിവൈഡഡ് ബൈ എം എന്ന് എടുക്കുക. അപ്പോൾ നമുക്ക് ഈ ഒരു ലാംഡ m = കാപ്പ × 1000 ഡിവൈഡഡ് ബൈ എം
വന്നത് എങ്ങനെയാണെന്ന് ഞാനത് പറയാം. നിങ്ങളത് പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങളുടെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട് ഞാനത് വേഗം ഒന്ന് പറയാം. അപ്പോൾ നമുക്കറിയാം ലാംഡ എം ഇസിക്കൽ ടു കാപ്പ ഡിവൈഡഡ് ബൈ സി ആണ് അല്ലേ. അതാണ് നമ്മൾ പറഞ്ഞു കാപ്പ ഡിവൈഡഡ് ബൈ സി എന്ന് പറയുന്നത് എന്താണ്? മോൾ മീറ്റർ റേസ് ടു -3 ആണ് അല്ലേ. കാപ്പ ഡിവൈഡഡ് ബൈ സി ആണ് ലാംഡ എം. സി എന്ന് പറയുന്നത് മോൾ മീറ്റർ റേസ് ടു -3 ആണ്. അപ്പോൾ നിങ്ങൾക്കറിയാം ഒരു ലിറ്റർ എന്ന് പറയുന്നത് എത്രയാണ്? 1000 സെന്റിമീറ്റർ ക്യൂബ് ആണെന്ന് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഒരു ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 സെന്റിമീറ്റർ ക്യൂബ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു 100 സെന്റിമീറ്റർ ആണ് എന്ന് പറയുന്നത് ഒരു മീറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു സെന്റിമീറ്റർ ഇവിടുന്ന് എങ്ങനെ കിട്ടും? 10⁻² മീറ്റർ ആണ്. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ഇക്വേഷനിൽ ഈ ഒരു സെന്റിമീറ്ററിന് പകരം എന്ത് ചെയ്തു? മീറ്ററിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പം ഒരു ലിറ്റർ എന്ന് പറയുന്നത് 1000 ഇൻറ്റു സെന്റിമീറ്റർ. ഒരു സെന്റിമീറ്ററിന് പകരം 10⁻² മീറ്റർ. പിന്നെന്തുണ്ട്? ക്യൂബ് ഉണ്ടല്ലേ, ക്യൂബ്. അപ്പോൾ എന്ത് കിട്ടും? ഇതിനേക്ക് 10⁻³ എന്ന് എഴുതാമല്ലോ. 1000നെ 10⁻³ എഴുതി. ഇതിനേക്ക് എഴുതാം 10⁻⁻3 എന്ത് വരും? -6 മീറ്റർ ക്യൂബ് എന്ന് വരും. അതായത് എന്ത് വരും? 10⁻³ മീറ്റർ ക്യൂബ് ആണ് എന്ന് പറയുന്നത് ഒരു ലിറ്റർ എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഒരു മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡിവൈഡ് ബൈ 10⁻³ എന്ന് കിട്ടും. ഓക്കെ, അതായത് നമ്മുടെ ഈ ഒരു ഇക്വേഷനിൽ കോൺസെൻട്രേഷൻ ലാംഡ എം ഇസിക്കൽ ടു കാപ്പ ഡിവൈഡ് ബൈ സി അല്ലേ. അപ്പം കാപ്പ ഡിവൈഡ് ബൈ സി എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പറഞ്ഞു മോൾ മീറ്റർ റേസ് ടു -3 ആണല്ലേ. മോൾ മീറ്റർ റേസ് ടു -3 ആണ്. അപ്പം കാപ്പ ഡിവൈഡ് ബൈ മോൾ. ഇനി അപ്പോൾ മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത് 1 ലിറ്റർ ഡിവൈഡ് ബൈ 10⁻³ എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ മീറ്റർ റേസ് ടു -3 നമുക്ക് എങ്ങനെ എഴുതാം? ഇത് നോക്കിയേ. ഇതിനെ 1 മീറ്റർ ക്യൂബ് എന്ന് കൊണ്ടുവന്നാൽ മീറ്റർ റേസ് ടു -3 എന്ന് പറയുന്നതാണ് 10⁻³ ബൈ ലിറ്റർ ആണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ കൊടുത്തു നോക്കി, ഈ മീറ്റർ റേസ് ടു -3ക്ക് പകരം 10⁻³ ഡിവൈഡ് ബൈ ലിറ്റർ എന്ന് കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടും കാപ്പ ഇൻറ്റു ഈ 10⁻³ മേളിൽ കൊണ്ടുവന്നത് 10⁻³ എന്ന് അതിലേക്ക് 1000 എന്ന് എഴുതാമല്ലോ. 1000 ഡിവൈഡ് ബൈ മോൾ പെർ ലിറ്റർ എന്താണ്? മോളാരിറ്റി. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ലാംഡ എന്ന് പറയുന്നത് കാപ്പ ഇൻറ്റു 1000 ഡിവൈഡ് ബൈ എം എന്ന് കിട്ടി. അങ്ങനെയാണെന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഇക്വേഷൻ കിട്ടുന്നത്. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണ്ട, ഈ കാര്യങ്ങളൊന്നും പഠിക്കേണ്ട ആവശ്യമില്ല, ജസ്റ്റ് നിങ്ങൾ അറിഞ്ഞിരിക്കുക. അതുകൊണ്ട് 2 ഇക്വേഷൻ ഓർത്തിരിക്കുക. ഒന്ന് ലാംഡ എം കോൺസെൻട്രേഷൻ്റെ ടൈമിലുള്ള ഒരു ഇക്വേഷനും ലാംഡ എം അതിൻ്റെ മൊളാരിറ്റിയുടെ ടൈമിലുള്ള ഒരു ഇക്വേഷനും. അങ്ങനെ 2 ഇക്വേഷനാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത്. അടുത്ത നമ്മൾ നോക്കാൻ പോകുന്നത് പറയുന്നത് ഒരു കണ്ടക്ടിവിറ്റിയും അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റിയും ഡൈലൂഷൻ അനുസരിച്ച് എങ്ങനെ മാറുന്നു എന്നുള്ളതാണ്. അപ്പം നിങ്ങൾ പഠിച്ചിട്ടുണ്ട് കണ്ടക്ടിവിറ്റി കാപ്പ. നമ്മൾ എന്താണ് പഠിച്ച ഡെഫിനിഷൻ എന്ന് പറയുന്നത്? കണ്ടക്ടിവിറ്റി ഇസ് ദ കണ്ടക്ടൻസ് ഓഫ് എ മെറ്റീരിയൽ ഹാവിംഗ് യൂണിറ്റ് ലെങ്ത് ആൻഡ് യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ എന്നാണ് പറഞ്ഞത് അല്ലേ. അപ്പോൾ നമ്മളൊരു സൊല്യൂഷൻ ഡൈലൂട്ട് ചെയ്യുമ്പോൾ, ഒരു സൊല്യൂഷൻ ഡൈലൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയുക എന്നാണ് അർത്ഥം അല്ലേ. ഒരു സൊല്യൂഷൻ ഡൈലൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയുക. അപ്പോൾ നമ്മൾ ആദ്യം ഒരു യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ ഓക്കെ നമുക്ക് കുറേ Na+ Cl- അയോൺസും ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കുക. ഓക്കെ, Na+ Cl- അയോൺസ് ഒരു 10 Na+ Cl- അയോൺസും നമുക്കൊരു യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെന്തുണ്ടായിരുന്നു? ഒരു കണ്ടക്ടിവിറ്റി ഉണ്ടായിരുന്നു അല്ലേ, കാപ്പ ഉണ്ടായിരുന്നു. ഞാൻ ഈ ഒരു സൊല്യൂഷനെ ഡൈലൂട്ട് ചെയ്തു. ഞാൻ ഇതിൻ്റെ അകത്ത് എന്ത് ചെയ്തു? കുറച്ചും കൂടെ സോൾവെന്റ് എടുത്തിട്ട് എന്ത് ചെയ്തു? ഡൈലൂട്ട് ചെയ്യുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? ഈ ഒരു യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനിൽ നിന്ന് കുറച്ച് Na+ Cl- അയോൺസും എന്ത് ചെയ്യും? പുറത്തേക്ക് വരും അല്ലെ. യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷൻ്റെ പുറത്തേക്ക് വരും. അപ്പോൾ ആ ഒരു യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷനുള്ള അയോൺസിന്റെ എമൗണ്ട് എന്ത് ചെയ്തു? കുറഞ്ഞു. അയോൺസിന്റെ എമൗണ്ട് കുറയാൻ നിൽക്കറിയാം. അയോൺസിന്റെ ഫ്ലോ ആണ് എന്ത്? കണ്ടക്ടൻസ്. അപ്പോൾ അയോൺസ് കുറയുമ്പോൾ എന്ത് സംഭവിക്കും? അതിന്റെ കണ്ടക്ടൻസ് കുറയും. അതായത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയാലും ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് ആണ് നിങ്ങൾ എടുക്കുന്നതെങ്കിലും നിങ്ങൾ ആ ഒരു സൊല്യൂഷനെ ഡൈലൂട്ട് ചെയ്യുകയാണെങ്കിൽ ഡൈലൂഷൻ അനുസരിച്ച് അതിന്റെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും? എപ്പോഴും കുറയും എന്ന് മനസ്സിലാക്കണം. കാരണം എന്ത് ചെയ്യും? ആ ഒരു യൂണിറ്റ് ഏരിയ ക്രോസ് സെക്ഷനുള്ള അയോൺസിന്റെ എണ്ണം കുറഞ്ഞു. ആ ഒരു എണ്ണം കുറഞ്ഞതുകൊണ്ട് എന്ത് ചെയ്തു? അതിന്റെ കണ്ടക്ടിവിറ്റി കുറഞ്ഞു എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾ ചിന്തിച്ചാൽ ലാംഡ എം അതിന്റെ മോളാർ കണ്ടക്ടിവിറ്റിക്ക് എന്ത് സംഭവിക്കും? ഡൈലൂഷൻ അനുസരിച്ച് ഇതിന്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ത് സംഭവിക്കും? മോളാർ കണ്ടക്ടിവിറ്റിക്ക് പഠിച്ച ഇക്വേഷൻ എന്താണ്? ലാംഡ എം ഇസിക്കൽ ടു കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ എം എന്നാണ്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ലാംഡ എം എന്ന് പറയുന്നത് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു കാപ്പയാണ്. അതായത് കാപ്പ എന്ന് പറയുന്നത് ഡൈലൂഷൻ അനുസരിച്ച് കുറയും എന്ന് നമ്മൾ പഠിച്ചു അല്ലേ. ഡൈലൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ കണ്ടക്ടിവിറ്റി കുറയും എന്ന് പഠിച്ചു. അപ്പോൾ നിങ്ങൾ ചിന്തിക്കും ലാംഡ എമ്മും കുറയൂലേ എന്ന് ചിന്തിക്കും. പക്ഷെ ലാംഡ എം കുറയുകയല്ല ചെയ്യുന്നത്, കൂടുകയാണ് ചെയ്യുന്നത്. ഡൈലൂട്ട് ചെയ്യുമ്പോൾ
ലാംഡ എം അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യുകയാണ്, കൂടുകയാണ് ചെയ്യുന്നത്. അതിന് കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വേറെ ടേം ഉണ്ട്. എന്താണ്? മൊളാരിറ്റി. മൊളാരിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് ഡിവൈഡഡ് ബൈ വോളിയം ആണ് അല്ലേ. നമ്പർ ഓഫ് മോൾസ് ഡിവൈഡ് ബൈ വോളിയം ആണ് എന്ത്? മൊളാരിറ്റി. അപ്പോൾ ഈ വോളിയം എന്ത് ചെയ്യും, മേളിൽ പോകും അല്ലേ. അതായത് K ഇൻറ്റു 1000 ഇൻറ്റു V ഡിവൈഡ് ബൈ എന്ന് നമുക്ക് എഴുതാം. അതായത് നമ്മളൊരു സൊല്യൂഷൻ ഡൈല്യൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം എന്ത് ചെയ്യുന്നുണ്ട്, കൂടുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഇക്വേഷൻ അനുസരിച്ച് അതിൻ്റെ കണ്ടക്ടിവിറ്റി കുറഞ്ഞാലും നമ്മൾ ഡൈല്യൂഷൻ ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ വോളിയം എന്ത് ചെയ്യുന്നുണ്ട്, കുറേ കൂടുന്നുണ്ട്. അപ്പോൾ ആ ഒരു കണ്ടക്ടിവിറ്റി കുറഞ്ഞാലും അത് ആര് മാനേജ് ചെയ്യുന്നുണ്ട്, വോളിയം മാനേജ് ചെയ്യുന്നുണ്ട്. മാത്രമല്ല അതിനേക്കാൾ കൂടുതൽ എന്ത് ചെയ്യുന്നുണ്ട്, വോളിയം കൂടുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും, ലാംഡ എം എന്ത് ചെയ്യും, കൂടും. അപ്പോൾ ഒരു സൊല്യൂഷൻ ഡൈലൂട്ട് ചെയ്യുമ്പോൾ അതിൻ്റെ വോളിയം എന്ത് ചെയ്യുന്നുണ്ട്, ഇൻക്രീസ് ചെയ്യുന്നത് കൊണ്ട് അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും, ഡൈലൂഷൻ അനുസരിച്ച് കൂടും. അതായത് അതിൻ്റെ കോൺസെൻട്രേഷൻ കുറയുന്നതനുസരിച്ച് അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി കൂടും. പക്ഷേ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും, കുറയും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കാരണം കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് ഒരു യൂണിറ്റിൽ എന്തോ ഒരു യൂണിറ്റ് ഏരിയ ഓഫ് ക്രോസ് സെക്ഷനുള്ള ഒരു മെറ്റീരിയലിൻ്റെ കണ്ടക്റ്റൻസ് ആണ്. പക്ഷേ മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, കാപ്പ ഇൻറ്റു 1000 ഡിവൈഡഡ് ബൈ മൊളാരിറ്റി ആണ്. അതിൻ്റെ അകത്ത് ആരുണ്ട്, വോളിയം ഉണ്ട്. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി ഡൈലൂഷൻ അനുസരിച്ച് എന്ത് ചെയ്യും, കൂടും എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഡൈലൂഷൻ അനുസരിച്ച് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആയാലും വീക്ക് ഇലക്ട്രോലൈറ്റ് ആയാലും അതിൻ്റെ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും, കുറയും. അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി എന്ത് ചെയ്യും, കൂടും എന്ന് പഠിച്ചു. നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെയും വീക്ക് ഇലക്ട്രോലൈറ്റിൻ്റെയും കേസിൽ അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി എങ്ങനെ മാറും എന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നിങ്ങൾ നോക്കുക, ഫസ്റ്റ് നമ്മൾ എടുക്കുന്നത് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് ആണ് കേട്ടോ. ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസാണ് നമ്മൾ പഠിച്ചു. എന്താണ് സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് എന്ന് പഠിച്ചു. എന്താണ്, ഒരു സബ്സ്റ്റൻസിന് കംപ്ലീറ്റ് ആയിട്ട് അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നവരെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്. അല്ല, ഒരു സോൾവെന്റിൽ അല്ലെങ്കിൽ ഒരു മോൾട്ടൺ സ്റ്റേറ്റിൽ ഒരു സബ്സ്റ്റൻസിന് കംപ്ലീറ്റ് ആയിട്ട് അയോൺസ് ആയിട്ട് ഡിസോസിയേറ്റ് ചെയ്യാൻ പറ്റുന്നവരാണ് എന്ത്, സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സ്. അപ്പോൾ നിങ്ങൾ നോക്കേണ്ട ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കേസിൽ നമ്മളൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ, ഓക്കെ, നമ്മുടെ വൈ ആക്സിസ് ആണ് അല്ലേ ഇത്, ഇതാണ് എക്സ് ആക്സിസ്. ഓക്കെ, വൈ ആക്സിസിന് നമ്മൾ നമ്മുടെ ലാംഡ എം നമ്മുടെ മോളാർ കണ്ടക്ടിവിറ്റി വരച്ചു വൈ ആക്സിസിൽ. എക്സ് ആക്സിസിൽ നമ്മൾ കോൺസെൻട്രേഷൻ്റെ റൂട്ട് എടുത്തു കേട്ടോ, കോൺസെൻട്രേഷൻ്റെ റൂട്ട് എടുത്തു. ഇനി നിങ്ങൾ നോക്കേണ്ടത് ഇവിടെ 0 കോൺസെൻട്രേഷൻ ആണ്. ഓക്കെ, ഇങ്ങോട്ട് കോൺസെൻട്രേഷൻ കൂടുന്നുണ്ട് 0.1, 0.2, 0.3, 0.4, 0.5. ഇനി നമ്മൾ വൈ ആക്സിസിൽ ലാംഡ എമ്മിൻ്റെ പല വാല്യൂസ് 100, 200, 300, 400, 500 ഇങ്ങനെ വൈ ആക്സിസിൽ ലാംഡ എമ്മിൻ്റെ കുറേ വാല്യൂസ് എടുത്തു. എക്സ് ആക്സിസിൽ നമ്മൾ എന്ത് ചെയ്തു, അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ റൂട്ട് എടുത്തു. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നമ്മുടെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും. ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ നമ്മളൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. പക്ഷെ അതിൻ്റെ സ്ലോപ്പ് നെഗറ്റീവ് ആയിരിക്കും. കാരണം എന്താ, ഒരു ഗ്രാഫ് ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് നെഗറ്റീവും ഇങ്ങനെ വരച്ചു കഴിഞ്ഞാൽ അതിൻ്റെ സ്ലോപ്പ് പോസിറ്റീവ് ആണെന്ന് നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു നെഗറ്റീവ് സ്ലോപ്പുള്ള ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും നമുക്ക് എന്ത് കിട്ടുന്നത്, അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റിയും അതിൻ്റെ കോൺസെൻട്രേഷൻ്റെ റൂട്ടും എടുത്തിട്ട് നമ്മൾ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൻ്റെ കേസിൽ നമുക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും കിട്ടുന്നത്. ഇനി നിങ്ങൾ ശ്രദ്ധിച്ചേ, ആദ്യമേ എന്തുണ്ടായിരുന്നു, ഒരു കൂടുതൽ ഹൈ കോൺസെൻട്രേഷൻ ആയിരുന്നു. ആ സമയത്ത് എന്താണ്, അതിനൊരു കുറഞ്ഞ വാല്യൂ ആണല്ലേ, അതിൻ്റെ ലാംഡ എം കുറവായിരുന്നു. ഇനി ഇവിടെ നോക്കിയേ, കുറേ നമ്മൾ ഡൈലൂട്ട് ചെയ്താണ് ഇങ്ങോട്ട് വരുന്നത്. അതിൻ്റെ കോൺസെൻട്രേഷൻ വളരെ കുറച്ച് 0 ആക്കി. ആ ഒരു സമയത്ത് അല്ലേ ഇതിന് ഇവിടെ ഒരു വാല്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ നോക്കി, വളരെ കുറച്ച് 0.1 കോൺസെൻട്രേഷൻ എത്തിയപ്പോൾ എന്ത് ചെയ്തു, അതിൻ്റെ ലാംഡ എം വീണ്ടും കൂടി അല്ലേ. നമ്മൾ പറഞ്ഞു കോൺസെൻട്രേഷൻ കുറയുന്നതനുസരിച്ച് അതിൻ്റെ ലാംഡ എം കൂടും. ഇവിടെ എത്രയാണ്, 500 ആണ്. പക്ഷെ കോൺസെൻട്രേഷൻ ഒരുപാടുള്ളപ്പോൾ എന്താണ്, 180 ആ ഒരു റേഞ്ചിലാണ് വരുന്നത് അല്ലേ, 180 റേഞ്ചിലാണ് വരുന്നത്. നിങ്ങൾ നോക്കി, നിങ്ങൾ കുറേ ഡൈലൂട്ട് ചെയ്ത് ആ ഒരു സൊല്യൂഷൻ കോൺസെൻട്രേഷൻ 0 ആക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ലാംഡ എം കിട്ടുമല്ലോ. ഒരു 0 ആക്കുന്ന സമയത്ത് ആ ഒരു വാല്യൂ നിങ്ങൾക്ക് എങ്ങനെ കണ്ടുപിടിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഈ ഒരു ഗ്രാഫ് ജസ്റ്റ് നീട്ടിയാൽ മതി അല്ലേ. ഈ ഒരു ഗ്രാഫ് ജസ്റ്റ് നീട്ടി കഴിഞ്ഞാൽ, ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇത് ജസ്റ്റ് നീട്ടി കഴിഞ്ഞാൽ അത് ഈ ഒരു വൈ ആക്സിസിൽ വന്ന് മുട്ടുന്ന ആ ഒരു പോയിന്റ് ആണ് എന്ന് പറയുന്നത്, ആ ഒരു 0 കോൺസെൻട്രേഷനുള്ള ലാംഡ എന്ന് പറയുന്നത്. നമ്മൾ സ്കെയിൽ എടുത്ത് വെച്ചിട്ട് ഈ വര നീട്ടിക്കഴിഞ്ഞ് ഈ ഒരു വൈ ആക്സിസിൽ വന്ന് മുട്ടുന്ന ആ ഒരു പോയിന്റ് ആണ് അതിൻ്റെ 0 കോൺസെൻട്രേഷനുള്ള മോളാർ കണ്ടക്ടിവിറ്റി. അതിനെ നമ്മൾ ലാംഡ 0 എം അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്ന് പറയും. ലാംഡ 0 എം അല്ലെങ്കിൽ നമ്മൾ അതിനെ വിളിക്കുന്ന പേരെന്താണ്, ലാംഡ 0 എം അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. ലിമിറ്റിംഗ് മോളാർ
കണ്ടക്ടിവിറ്റി, അല്ലെങ്കിൽ അതിന് വേറൊരു പേരോടെ വിളിക്കും മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. എന്താണ് മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ? അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ രണ്ട് പേര് വിളിക്കും. എന്താണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? എന്താണ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി? മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് സീറോ കോൺസെൻട്രേഷൻ ആണ് അല്ലേ? ആ ഒരു സീറോ കോൺസെൻട്രേഷനുള്ള മോളാർ കണ്ടക്ടിവിറ്റി ആണെന്ത് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേറെ പേര് മോളാർ കണ്ടക്ടിവിറ്റി ആയിട്ട് ഇൻഫിനിറ്റ് ഡൈലൂഷൻ. നമ്മൾ മാക്സിമം ഡൈലൂട്ട് ചെയ്ത് ആ സമയത്ത് ആ ഒരു ഇലക്ട്രോലൈറ്റിന്റെ കണ്ടക്ടിവിറ്റി ആണ് അല്ലെങ്കിൽ അതിന്റെ മോളാർ കണ്ടക്ടിവിറ്റി ആണ് എന്ത് λ0m എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ അതിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി ആയിട്ട് ഇൻഫിനിറ്റ് ഡൈലൂഷൻ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? ജസ്റ്റ് ആ ഒരു സ്ട്രേറ്റ് ലൈൻ എന്ത് ചെയ്യാതെ നീട്ടി വരച്ച് നോക്കിയാൽ മതി അല്ലേ? എന്നിട്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, നിങ്ങൾ മാത്സിൽ പഠിച്ചിട്ടുണ്ട് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ്റെ ഇക്വേഷൻ എന്താണ്? y = mx + c ആണ്. y = mx + c ആണ്. m ആണ് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ്റെ സ്ലോപ്പ് എന്ന് പഠിച്ചിട്ടുണ്ട്. c എന്ന് പറയുന്ന ആ ഒരു y ഇന്റർസെപ്റ്റ് ആണെന്ന് പഠിച്ചിട്ടുണ്ട് അല്ലേ? ഇതെന്താണ് y ആക്സിസിൽ എടുത്ത ടൈമാണ്. അപ്പോൾ y ആക്സിസിൽ നമ്മൾ എന്താണ് എടുത്തത്? ഇവിടെ λm ആണല്ലേ എടുത്തത്. ഇനി നമ്മുടെ സ്ലോപ്പ് അതേപോലെ എഴുതി m എന്ന് എഴുതി. x ആക്സിസിൽ എന്താ എടുത്തത്? √c ആണ് എടുത്തത് പ്ലസ് ഇവിടുത്തെ c എന്താണ്? y ഇന്റർസെപ്റ്റ് എന്താണ്? ഈ ഒരു ഡിസ്റ്റൻസ് എന്താണ്? λ0m ആണ് അല്ലേ? ഈ ഒരു സീറോയ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ട് വരുന്ന ആ ഒരു y ഇന്റർസെപ്റ്റ് ആണെന്ത് c. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? λm = λ0m. ഈ m എന്താണ്? ഈ ഒരു സ്ലോപ്പ് നെഗറ്റീവ് ആണ് അല്ലേ? അതുകൊണ്ട് -m എന്ന് എഴുതാം. λ0m - √c എന്ന് കിട്ടും. നമ്മുടെ പുസ്തകത്തിൽ ഈ സ്ലോപ്പിനെ അവർ എ എന്ന ലെറ്റർ, ക്യാപിറ്റൽ എ എന്ന ലെറ്റർ കൊണ്ടാണ് ഡിനോട്ട് ചെയ്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ ഇക്വേഷൻ എങ്ങനെ മാറും? അപ്പം λm = λ0m - a × √c എന്ന് വരും. ഈ ഒരു ഇക്വേഷൻ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡെബേ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. ഡെബേ-ഹക്കൽ-ഓൺസാഗർ ഇക്വേഷൻ. അതായത് ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ അതിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ മോളാർ കണ്ടക്ടിവിറ്റി അറ്റ് ഇൻഫിനിറ്റ് ഡൈലൂഷൻ കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ എന്ത് ചെയ്യുക? ജസ്റ്റ് എക്സ്ട്രാപോളേറ്റ് ചെയ്യുക. അല്ലെങ്കിൽ എന്ത് ചെയ്യുക? ആ ഒരു ഗ്രാഫ് വരച്ചിട്ട് അതിന്റെ സ്ലോപ്പും y ആക്സിസും x ആക്സിസിന്റെ വാല്യൂ ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി എന്തിന്റെ സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഈ ഒരു ഗ്രാഫ് NaCl KCl പോലുള്ള സ്ട്രോങ് ഇലക്ട്രോലൈറ്റ്സിന്റെ ഗ്രാഫ് എന്ത് ചെയ്യും? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമുക്ക് എങ്ങനെ മോളാർ കണ്ടക്ടിവിറ്റി ഡൈലൂഷൻ അനുസരിച്ച് മാറുന്നു എന്നുള്ളതാണ്. വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ മോളാർ കണ്ടക്ടിവിറ്റി ഡൈലൂഷൻ അനുസരിച്ചുള്ളത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ അത് ഒരിക്കലും ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കത്തില്ല നമുക്ക് കിട്ടുന്നത്. ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിട്ടായിരിക്കും നമുക്ക് കിട്ടുന്നത്. നമുക്ക് എപ്പോഴും എന്തായിരിക്കും? ഇങ്ങനെ കർവ് പോലെ ആയിരിക്കും ഒരു കിട്ടുന്നത്. ആദ്യമേ എന്തായിരിക്കും? ഒരു സ്റ്റീപ്പായിട്ട് എന്ത് ചെയ്യും? ഒരു സ്റ്റീപ്പായിട്ട് ഒരു സഡൻ ആയിട്ടുള്ള ഒരു ഇൻക്രീസ് കാണും. പിന്നെ എന്ത് ചെയ്യും? അതിങ്ങനെ ഒരു കർവായിട്ട് പോകും. അപ്പൊ നിങ്ങൾ നോക്കാം, ഈ ഒരു കർവ് ഞാൻ നീട്ടിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യത്തില്ല? ഒരിക്കലും ഈ ഒരു y ആക്സിസിൽ എന്ത് ചെയ്യത്തില്ല? മുട്ടത്തില്ല അല്ലേ? ഈ ഒരു കർവ് ഇങ്ങനെ പോത്തേ ഉള്ളൂ. അപ്പൊ ഞാൻ എത്ര ഡൈലൂട്ട് ചെയ്ത് ആ ഒരു സൊല്യൂഷന്റെ കോൺസെൻട്രേഷൻ 0 ആക്കി കഴിഞ്ഞാലും, ആ ഒരു കോൺസെൻട്രേഷൻ ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ 0 ആക്കി കഴിഞ്ഞാലും ആ സമയത്ത് എനിക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല? ആ ഒരു 0യ്ക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള λm വാല്യൂ കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമുക്ക് ഒരു ഗ്രാഫിൽ നിന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഒരിക്കലും അതിന്റെ λ0 എന്ന ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടൻസ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഈ ഒരു കേസിൽ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ കാരണം എന്താണ്? വീക്ക് ഇലക്ട്രോലൈറ്റ് കംപ്ലീറ്റ് ആയിട്ട് എന്ത് ചെയ്യത്തില്ല? നമ്മൾ എത്ര ഡൈലൂട്ട് ചെയ്താലും എന്തായിട്ട് മാറത്തില്ല? കംപ്ലീറ്റ് ആയിട്ട് അയോൺസ് ആയിട്ട് മാറില്ല. നമ്മൾ കുറേ ഒരു ഇൻഫിനിറ്റ് ഡൈലൂഷൻ ഒക്കെ നടത്തി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അത് കംപ്ലീറ്റ് ആയിട്ട് ഡൈലൂട്ട് ആവും, ഡിസോസിയേറ്റ് ചെയ്യും. പക്ഷേ ആ ഒരു വാല്യൂ വളരെ ചെറുതാകുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഒരു ഡിഫിക്കൽറ്റി നമുക്കുണ്ടാവും. അതുകൊണ്ടാണ് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? ഈ ഒരു മെത്തേഡ് വെച്ച്, ഈ ഒരു നീട്ടി വരയ്ക്കുന്ന ആ ഒരു മെത്തേഡ് വെച്ചിട്ട് ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റത്തില്ല? ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ എന്ത് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല? λ0m കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തില്ല. അപ്പൊ അതിനെ സഹായിക്കുന്ന ഒരു ലോ ആണ് കോളറാഷസ് ലോ. കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് എന്ന് പറയും. കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. അതായത് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമുക്ക് λ0m കണ്ടുപിടിക്കാൻ നമ്മളെ സഹായിക്കുന്ന ഒരു ലോ ആണെന്ത്? കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ് എന്ന് പറയുന്നത്.
അപ്പോൾ ഈ ഒരു ലോ പറയുന്നത് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ് അറ്റ് ഇൻഫിനിറ്റ് ഡൈല്യൂഷൻ അല്ലേ ഈസ് ഈക്വൽ ടു ദ സം ഓഫ് ദ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി ഓഫ് ബോത്ത് കാറ്റയോൺസ് ആൻഡ് ആനയോൺസ് എന്നാണ്. അതായത് എനിക്കൊരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ λ0m of NaCl കണ്ടുപിടിക്കണമെങ്കിൽ അതിലെ ഓരോ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള പോസിറ്റീവും നെഗറ്റീവും അയോൺസിന്റെ എന്തെടുക്കുക λ0m സം എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും? അതിന്റെ λ0m of ഇലക്ട്രോലൈറ്റ് കിട്ടും എന്നാണ് ആര് പറയുന്നത്? കോൾറാഷസ് ലോ പറയുന്നത്. വളരെ സിമ്പിൾ ആണ്. ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the limiting molar conductivity of an electrolyte is equal to the sum of the limiting molar conductivity of cations and anions എന്താണ് ഓഫ് ആൻ ഇലക്ട്രോലൈറ്റ്. ഒരു ഇലക്ട്രോലൈറ്റിലെ ആനയോൺസിന്റെയും കാറ്റയോൺസിന്റെയും ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ സം എടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി നമുക്ക് കണ്ടുപിടിക്കാമെന്നാണ് കോൾറാഷസ് ലോ പറയുന്നത്. അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ കേസിലും വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിലും എന്ത് ചെയ്യാൻ പറ്റും? യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു കേസിൽ നമുക്ക് CH3COH എന്ന വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസ് കണ്ടുപിടിക്കണമെങ്കിലോ λm of CH3COH എന്ന് പറയുന്നത് എന്തെന്ന് എഴുതാം? λ0m of CH3COO മൈനസ് പ്ലസ് λ0m of H പ്ലസ് എന്ന് എഴുതാം. ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇപ്പോൾ എന്താണ്? ഇവിടെ ഒരു എന്നും ഒരു CL ഉള്ളൂ അല്ലേ? ഇനി നമുക്ക് പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് കോൾറാഷസ് ലോ അനുസരിച്ച് MgCl2ന്റെ ഓക്കെ ഇലക്ട്രോലൈറ്റിന്റെ കോൾറാഷസ് ലോ അനുസരിച്ച് എഴുതാനായിട്ട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് എഴുതാം? λ0m of MgCl2 എന്ന് പറയുന്നത് λ0m of Mg2+ ആണല്ലേ? കാരണം ഇവിടെ Cl2 ആണ്, അപ്പോൾ ഇവിടെ കിട്ടും 2+ എന്ന് കിട്ടും. അപ്പോൾ λ0m of Mg2+ പ്ലസ് 2λ0m of Cl- എഴുതണം കേട്ടോ. കാരണം രണ്ട് ക്ലോറിനുള്ള നിങ്ങൾ 2λ0m of Cl- എഴുതണം. അതാണ് എന്ത്? λ0m of MgCl2. നിങ്ങൾ λ0m of AlCl3 എന്നാണ് എഴുതേണ്ടതെങ്കിൽ എങ്ങനെ എഴുതാം? λ0m of Al3 പ്ലസ് 3λ0m of Cl- എഴുതണം. നിങ്ങൾക്ക് λ0m of Al2SO4 ത്രൈസ് എന്നാണ് എഴുതണമെങ്കിൽ എങ്ങനെ എഴുതാം? λ0m of എന്താണ് 2λ0 അല്ലേ? 2λ0m of Al3 പ്ലസ് 3λ0m of SO4 2- എന്ന് എഴുതണം. അതാണ് എന്തെന്ന് പറയുന്നത്? കോൾറാഷസ് ലോ അനുസരിച്ച് ഒരു ഇലക്ട്രോലൈറ്റിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കാനായിട്ടുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്. വളരെ ഈസിയാണ് അല്ലേ? ഇനി നമുക്ക് നോക്കേണ്ടത് ഒരു പ്രോബ്ലം നമ്മൾ ചെയ്ത് നോക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലമാണ്. ആ ഒരു പ്രോബ്ലം വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കോൾറാഷസ് ലോ ഉപയോഗിച്ചിട്ട് ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ എന്ത് കണ്ടുപിടിക്കുന്നത്? അതിന്റെ λ0m വാല്യൂ എങ്ങനെ കണ്ടുപിടിക്കാമെന്ന് നമുക്ക് നോക്കാം. അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഒരു ബെറ്റർ അണ്ടർസ്റ്റാൻഡിങ് കിട്ടും. അപ്പോൾ നമ്മൾ പഠിച്ച രണ്ട് കാര്യങ്ങളാണ്. എന്ത്? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കേസിൽ നമ്മൾ λm മോളാർ കണ്ടക്ടിവിറ്റിയും കോൺസെൻട്രേഷൻ തമ്മിലൊരു ഗ്രാഫ് വരച്ചു കഴിഞ്ഞാൽ ആ ഗ്രാഫ് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പോൾ അതിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി, അതായത് 0 കോൺസെൻട്രേഷനുള്ള അതിന്റെ മോളാർ കണ്ടക്ടിവിറ്റി കണ്ടുപിടിക്കണമെങ്കിൽ എന്ത് ചെയ്യുക? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റ് കേസിൽ ആ ഗ്രാഫ് ജസ്റ്റ് എന്ത് ചെയ്യുക? നീട്ടി വരയ്ക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നമ്മൾ അതിന്റെ λ0m കണ്ടുപിടിക്കുക. പക്ഷെ ഒരു വീക്ക് ഇലക്ട്രോലൈറ്റ് കേസിൽ ഒരിക്കലും എന്ത് ചെയ്തില്ല? നമ്മൾ ഡൈലൂട്ട് ചെയ്ത് 0 കോൺസെൻട്രേഷൻ ആകുമ്പോൾ എന്ത് ചെയ്തില്ല? ആ ഒരു ഗ്രാഫ് ഒരിക്കലും ഈ ഒരു y ആക്സിസിൽ ടച്ച് ചെയ്തില്ല. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല? സ്ട്രോങ് ഇലക്ട്രോലൈറ്റിൽ നമ്മൾ ചെയ്ത മെത്തേഡ് യൂസ് ചെയ്യാനായിട്ട് പറ്റത്തില്ല. അതിന് നമ്മളെ സഹായിച്ച ഒരു മെത്തേഡാണ് എന്ത്? കോൾറാഷസ് ലോ ഓഫ് ഇൻഡിപെൻഡന്റ് മൈഗ്രേഷൻ ഓഫ് അയോൺസ്. അതെന്താണ് പറയുന്നത്? ഇറ്റ് സ്റ്റേറ്റ്സ് ദാറ്റ് the molar conductivity, the limiting molar conductivity of an electrolyte is equal to the sum of the limiting molar conductivity of the cations and the anions. ഇനി നമുക്ക് ആ ഒരു പ്രോബ്ലത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യം ഇതാണ്: λ0m of NaCl, HCl, CH3COO എന്നെ അവർ തന്നിട്ടുണ്ട്. എന്താണ്? 126.4, 425.9, 91.0 സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1 ആണല്ലേ? ഇതാണ് അതിന്റെ യൂണിറ്റ്, ഇതിന്റെ മോളാർ കണ്ടക്ടിവിറ്റിയുടെ യൂണിറ്റ്. ഇനി കാൽക്കുലേറ്റ് ദ λ0m of CH3COH. എന്താണ്? ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ λ0m കണ്ടുപിടിക്കാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇത് കണ്ടുപിടിക്കണം. നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ കോൾറാഷസ് ലോ യൂസ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യമേ തന്നിരിക്കുന്ന കാര്യങ്ങൾ അതേപോലെ എടുത്തെഴുതുക. എന്താണ്? λ0m of NaCl തന്നിട്ടുണ്ട്. എത്രയാണ്? നമുക്ക് 126.4 എന്താണ്? സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1 തന്നിട്ടുണ്ട്. നമുക്കടുത്ത് λ0m of ആര് തന്നിട്ടുണ്ട്? HCl തന്നിട്ടുണ്ട്. എത്രയാണ്?
425.9 സീമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1 എന്ന് തന്നിട്ടുണ്ട്. ഇനി മൂന്നാമത് തന്നിരിക്കുന്നത് എന്താണ്? ലാംഡ 0 m of CH3COO തന്നിട്ടുണ്ട്. എന്താണ്? 91.0 സീമെൻസ് സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1 എന്ന് തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ട എന്താണ്? ലാംഡ 0 m of CH3COH നമുക്ക് കണ്ടുപിടിക്കണം അല്ലേ? അപ്പോൾ നിങ്ങൾ നോക്കണം, ലാംഡ 0 m of CH3COH നമുക്കൊരു കോളറാഷസ് ലോ പ്രകാരം എങ്ങനെ എഴുതാം? ലാംഡ 0 m of എന്തെന്ന് എഴുതാം? CH3COO മൈനസ് പ്ലസ് ലാംഡ 0 m of H പ്ലസ് എന്ന് എഴുതാം അല്ലേ? ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ട ഈസി ട്രിക്കാണ് പറഞ്ഞിരുന്നത്. ഫസ്റ്റ് എന്താണ്? ഈ ഒരു ലാംഡ 0 m of CH3CO മൈനസ് വരുന്ന ഇലക്ട്രോലൈറ്റ് ഏതാണ്? ഇതിൽ ഈ തന്നിരിക്കുന്ന 3 വാല്യൂസ് ഇതാണല്ലേ. അപ്പം ഇതിന്റെ കോളറാഷസ് ലോ എഴുതുക. ലാംഡ 0 m of CH3COO എഴുതുക. എന്താണ് കിട്ടുന്നത്? ലാംഡ 0 m of CH3COO മൈനസ് പ്ലസ് ലാംഡ 0 m of Na പ്ലസ് എന്ന് കിട്ടി അല്ലേ? ഇനി നിങ്ങൾ അടുത്ത് എഴുതേണ്ടതെന്ന് പറയുന്നത് ഇതിൻ്റെ അകത്തുള്ള ബാക്കി ലാംഡ 0 m of H പ്ലസ് വരുന്ന ഒരു ഇലക്ട്രോലൈറ്റ് ഉണ്ട്. അതേതാണ്? ലാംഡ 0 m of HCl ആണ് അല്ലേ? അതിൻ്റെ എഴുതണം. എന്താണ്? ലാംഡ 0 m of HCl എങ്ങനെ കോളറാഷസ് ലോ വെച്ച് എഴുതാം? ലാംഡ 0 m of H പ്ലസ് പ്ലസ് ലാംഡ 0 m of Cl മൈനസ് എന്ന് എഴുതാം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കണ്ടുപിടിക്കേണ്ട ആളുടെ കോളറാഷസ് ലോ വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കേണ്ട ആളുടെ എഴുതി, അതിനുശേഷം അതിൽ വരുന്ന ഓരോരുത്തരുടെയും അല്ലേ ലാംഡ 0 m of CH3CO മൈനസ് വരുന്ന ഒരു ഇലക്ട്രോലൈറ്റിന്റെ കോളറാഷസ് ലോ വെച്ച് എഴുതി, അതിനുശേഷം അതിന്റെ കൂടെ കിടക്കുന്ന H പ്ലസ് വരുന്ന ആളുടെ ഒരെണ്ണം കോളറാഷസ് ലോ വെച്ച് എഴുതി. ഇനി നിങ്ങൾ നോക്കേണ്ട കാര്യം, നമ്മൾ ഈ രണ്ട് ഇക്വേഷൻസ്, ഇതിനെ നമ്മൾ ഇക്വേഷൻ 1 എന്ന് കൊടുത്തു, ഇതിനെ ഇക്വേഷൻ 2 എന്ന് കൊടുത്തു. ഈ ഒരു 1നെയും 2നെയും നമ്മൾ ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ അകത്ത് എന്തുണ്ട്? ലാംഡ 0 m of CH3CO മൈനസ് ഉണ്ട്, ലാംഡ 0 m of H പ്ലസ് ഉണ്ട്. അപ്പൊ ഇവരെ തമ്മിൽ ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? നമുക്ക് കണ്ടുപിടിക്കേണ്ട ആളെ കിട്ടത്തില്ലേ അല്ലേ? ഇതേ പ്ലസ് ഇതാണ് എന്ന് പറഞ്ഞ ഇത്. അപ്പൊ നമുക്ക് ഈ രണ്ട് ഇക്വേഷൻ ആണെങ്കിൽ ഇവരെ രണ്ടുപേരെയും കിട്ടും. പിന്നെ ആരാണ് വേണ്ടാത്തത്? ഇയാളെ നമുക്ക് എന്ത് ചെയ്യണ്ട? വേണ്ട അല്ലേ? അപ്പൊ നിങ്ങൾ മൂന്നാമത്തെ ഇവരെ രണ്ടുപേരെയും ചേർത്തുള്ള ഒരാളെ എടുക്കണം. ആരാണ്? ലാംഡ 0 m of NaCl. ലാംഡ 0 m of NaCl എങ്ങനെ എഴുതാം? ലാംഡ 0 m of Na പ്ലസ് പ്ലസ് ലാംഡ 0 m of Cl മൈനസ്. അതിന് ഇക്വേഷൻ 3 എന്ന് കൊടുത്തു. ഇനി നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു 1നെയും 2നെയും ഇക്വേഷൻ 1 പ്ലസ് 2 എടുത്തിട്ട് അതിൽ നിന്ന് 3 കുറയ്ക്കണം. ഇക്വേഷൻ 1നെയും 2നെയും കൂട്ടണം, അതിൽ നിന്ന് 3നെ കുറയ്ക്കണം. അപ്പോൾ നിങ്ങൾ 1 പ്ലസ് 2 മൈനസ് 3 എടുക്കുമ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ലാംഡ 0 m of CH3COO Na അല്ലേ? ഈ രണ്ട് ഇക്വേഷനെ കൂട്ടണം പ്ലസ് ലാംഡ 0 m of HCl പ്ലസ് പ്ലസ് ആണോ? അല്ല, മൈനസ് അല്ലേ? മൂന്നാമത്തെ ഇക്വേഷൻ മൈനസ് ആണ്. ലാംഡ 0 m of NaCl എടുത്തു കഴിഞ്ഞാൽ ഈ റൈറ്റ് സൈഡ് നോക്കി ആഡ് ചെയ്യും, ഇവരെ രണ്ടുപേരെയും കൂട്ടണം. അപ്പം ലാംഡ 0 m of CH3COO മൈനസ് പ്ലസ് ലാംഡ 0 m of Na പ്ലസ് ഇവരെ ആഡ് ചെയ്യുമല്ലേ? അപ്പം വീണ്ടും എന്ത് വരും? ലാംഡ 0 m of H പ്ലസ് പ്ലസ് ലാംഡ 0 m of Cl മൈനസ്. ഇനി ഇവരെ രണ്ടുപേരും ആഡ് ചെയ്ത് അതിൽ ഇയാളെ കുറയ്ക്കണം. അപ്പം എന്ത് വരും? മൈനസ് അല്ലേ? മൈനസ് ഇയാളെ കുറയ്ക്കാൻ മൈനസ് വരും. ലാംഡ 0 m of Na പ്ലസ് പിന്നെ കുറയ്ക്കാൻ മൈനസ് പ്ലസ് വീണ്ടും എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും അല്ലേ? Cl മൈനസ് എന്ന് കിട്ടും. അപ്പോൾ ഇക്വേഷൻ 1നെയും 2നെയും ആഡ് ചെയ്തു, അതിൽ നിന്ന് മൂന്നാമത്തെ ഇക്വേഷനെ കുറച്ചു. അപ്പോൾ നിങ്ങൾ നോക്കി ഇവിടെ വെട്ടിപ്പോകുന്ന ആരെ വെട്ടിപ്പോവും? പ്ലസ് മൈനസ് ലാംഡ 0 Cl വെട്ടിപ്പോവും. ലാംഡ 0 of Na പ്ലസും പ്ലസ് ലാംഡ 0 of Na പ്ലസും വെട്ടിപ്പോവും. പിന്നെ ബാക്കി ആരെ കിട്ടും? ലാംഡ 0 m of CH3COO മൈനസ് പ്ലസ് ലാംഡ 0 of H പ്ലസ് എന്ന് കിട്ടും. അതായത് നമ്മൾ ഇയാളുടെ വാല്യൂവും ആഡ് ചെയ്തിട്ട് അതിൽ നിന്ന് ഇതിനെ കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇത് കിട്ടും അല്ലേ? അതെന്താണ്? ലാംഡ 0 m of CH3COH ആണ്. അപ്പോൾ നമുക്ക് ഈ ഒരു 3 വാല്യൂസ് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇയാളുടെ വാല്യൂ, ഈ വാല്യൂവും HClന്റെ വാല്യൂ, ഈ വാല്യൂ തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടണം അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യണം? ആ കിട്ടുന്ന വാല്യൂവിൽ നിന്ന് NaClന്റെ വാല്യൂ എന്ത് ചെയ്യണം? കുറയ്ക്കണം. അപ്പോൾ നിങ്ങൾ നോക്കിയാൽ നമ്മൾ ഇതും കൂട്ടുമ്പോൾ എന്ത് കിട്ടും? 91.0 അധികം 425.9 മൈനസ് 126.4 ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ലാംഡ 0 m of CH3COH കിട്ടും. അപ്പോൾ നിങ്ങൾ നോക്കി 425.9 അധികം 91.0 ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 6 9 2 11 5
516.9 കിട്ടും. ആ കിട്ടിയ ആളെ എന്ത് ചെയ്യണം? 126.4 കൊണ്ട് കുറയ്ക്കണം അല്ലേ? ഇത് 516.9 മൈനസ് 126.4. 9 4 പോയാൽ 5 0. പിന്നെ എന്ത് കിട്ടും? 11 2 പോയാൽ എന്താണ്? 9 4 1 പോയാൽ എന്താണ്? 3. അപ്പോൾ നമുക്ക് 390.5 യൂണിറ്റ് എന്താണ്? സീമൻ മീറ്റർ സ്ക്വയർ. മോൾ റേസ് ടു -1 ആണ് എന്തെന്ന് പറയുന്നത്? ലാംഡ സിറോം ഓഫ് CH3COH എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഏതൊരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ കേസിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന്റെ ലാംഡ സിറോം കോളറാഷസ് ലോ വെച്ച് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. വളരെ ഈസിയാണ്. നിങ്ങൾ എന്ത് ചെയ്യുക? ഫസ്റ്റ് ആ കണ്ടുപിടിക്കേണ്ടതിന്റെ ഇക്വേഷൻ അതേപോലെ എഴുതുക. എന്നിട്ട് അതിൽ വരുന്ന ആദ്യത്തെ ആളുടെ ഇലക്ട്രോലൈറ്റ്, ആദ്യത്തെ ആൾ വരുന്ന ആ ഒരു ഇലക്ട്രോലൈറ്റ് സെലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുക? അവരുടെ കോളറാഷസ് ലോ പ്രകാരമുള്ള എഴുതുക. പിന്നെ അടുത്ത ആളുടെ എന്ത് ചെയ്യുക? അവർ വരുന്ന ഇലക്ട്രോലൈറ്റിന്റെ അതേപോലെ എഴുതുക. അതിനുശേഷം എന്ത് ചെയ്യുക? നമ്മൾ ആരെ അതിൽ ഉൾപ്പെടാത്ത ആളേതാന്ന് നോക്കിയിട്ട് അയാളുടെ എന്ത് ചെയ്യുക? ലാംഡ സിറോയും എഴുതുക. എന്നിട്ട് 1 + 2 - 3 എടുത്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു കണ്ടുപിടിക്കേണ്ട വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ലാംഡ സിറോം വളരെ ഈസി ആയിട്ട് തന്നെ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഇനി നമ്മൾ ഇതിൻ്റെ ഒരു 2 കാര്യങ്ങളോടെ പറഞ്ഞ് നമ്മൾ ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുകയാണ്. വളരെ ചെറിയ 2 കാര്യങ്ങളും കൂടെ. അത് ഒന്നെന്ന് പറയുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷനും രണ്ടാമത്തത് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. അടുത്ത നമ്മൾ നോക്കുന്നത് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആണ്. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ വളരെ ഈസിയാണ്, നിങ്ങൾ ഓർത്തിരിക്കണം. ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാംഡ എം ഡിവൈഡഡ് ബൈ ലാംഡ 0m ആണ് എന്ത്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ. അതായത് മോളാർ കണ്ടക്ടിവിറ്റിയെ അതിന്റെ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതാണ് എന്തെന്ന് പറയുന്നത്? ആൽഫ. അപ്പം ഇതിന്റെ രണ്ടിന്റെ യൂണിറ്റ് സെയിം അല്ല. എന്താണ്? സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1 ആണ്. ഇതും എന്താണ്? സീമൻ സെന്റിമീറ്റർ സ്ക്വയർ മോൾ റേസ് ടു -1 ആണ്. അതുകൊണ്ട് തന്നെ ആൽഫയ്ക്ക് ഒരു വാല്യൂ ഇല്ല. അവരെന്താണ്? ഒരു ഫ്രാക്ഷൻ ആണ്. അപ്പം ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്താണ്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്താണ്? നമ്മൾ പറഞ്ഞ ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുതലാണെന്ന് പഠിച്ചു അല്ലേ? ഒരു സ്ട്രോങ് ഇലക്ട്രോലൈറ്റിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കൂടുതലാണെന്ന് പഠിച്ചു. ഒരു വീക്ക് ഇലക്ട്രോലൈറ്റിന്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ കുറവാന്ന് പഠിച്ചായിരുന്നു. അപ്പോൾ എന്താണ് ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ എന്ന് ഇത്രേ ഉള്ളൂ. ദ ഫ്രാക്ഷൻ ഓഫ് ടോട്ടൽ നമ്പർ ഓഫ് മോളിക്യൂൾസ് ഇൻ ആൻ ഇലക്ട്രോലൈറ്റ് ദാറ്റ് അണ്ടർഗോ ഡിസോസിയേഷൻ. ഒരു ഇലക്ട്രോലൈറ്റിൽ എത്രമാത്രം മോളിക്യൂൾസ് ഡിസോസിയേറ്റ് ചെയ്യുന്നു അവരുടെ ഫ്രാക്ഷൻ ആണ് എന്ത്? ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ എന്ന് വിളിക്കുന്നത്. ആൽഫ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്യണം? നമ്മളതിൻ്റെ ലാംഡ എമ്മിനെ ലാംഡ 0m കൊണ്ട് എന്ത് ചെയ്യണം? ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? അതിൻ്റെ ഡിഗ്രി ഓഫ് ഡിസോസിയേഷൻ ആൽഫ കിട്ടും. ഓക്കെ, നിങ്ങൾ അടുത്ത അറിയേണ്ട ഒരു കാര്യമാണ് ഡിസോസിയേഷൻ കോൺസ്റ്റന്റ്. ഡിസോസിയേഷൻ കോൺസ്റ്റന്റിന്റെ ഒരു ഇക്വേഷനോട് നിങ്ങൾ അറിയണം. അത് നമ്മൾ KA എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത് കേട്ടോ. KA എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പം ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് നിങ്ങൾ നോക്കണം. ഒരു ഇലക്ട്രോലൈറ്റ് AB എന്ന ഒരു ഇലക്ട്രോലൈറ്റ്, ഓക്കെ, നമ്മൾ NaCl എന്ന് പറയുന്ന പോലെ AB എന്ന് എടുത്തു. AB എന്ന ഇലക്ട്രോലൈറ്റ് A+ഉം B- ഡിസോസിയേറ്റ് ചെയ്യുന്നു. അതായത് എന്താണ്? NaCl Na+ഉം Cl- അയോൺസുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്യുന്ന പോലെ AB എന്ന് പറയുന്ന ഇലക്ട്രോലൈറ്റ് A+ഉം B- അയോൺസുമായിട്ട് ഡിസോസിയേറ്റ് ചെയ്തു എന്ന് വെക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യമേ അത് 1 ഉണ്ടായിരുന്നു. അതിൽ നിന്നൊരു ആൽഫ ഫ്രാക്ഷൻ എന്ത് ചെയ്തു? ഡിസോസിയേറ്റ് ചെയ്തു പോയി. ഓക്കെ, ആദ്യമേ അതൊരു 1 മോൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ആൽഫ ഫ്രാക്ഷൻ ഡിസോസിയേറ്റ് ചെയ്തു പോയി. അപ്പം ഇവിടെ എത്ര A+ ഫോം ചെയ്യും? ആൽഫ A+ ഫോം ചെയ്യും. ഇവിടെ എന്ത് ചെയ്യും? ആൽഫ B- ഫോം ചെയ്യും അല്ലേ? ഒരു ആൽഫ ഫ്രാക്ഷൻ ഡിസോസിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഇനി അതിന് കോൺസെൻട്രേഷൻ എക്സ്പ്രസ് ചെയ്യണമെന്ന് ചെയ്യണം. അതിന് C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യും? അവിടുത്തെ ആ ഒരു A+ന്റെ കോൺസെൻട്രേഷൻ കിട്ടും, B-ന്റെ കോൺസെൻട്രേഷൻ കിട്ടും. അപ്പോൾ ഒരു 1ൽ നിന്ന് ഒരു ആൽഫ ഫ്രാക്ഷൻ ഡിസോസിയേറ്റ് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടെ എത്ര കാണും? 1 - ആൽഫ കാണും അല്ലേ? ഒരു ആൽഫ ഡിസോസിയേറ്റ് ചെയ്ത് പോയി. അപ്പം പിന്നെ നേരത്തെ 1 ഉണ്ടായിരുന്നു, 1 മോൾ ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു ആൽഫ ഫ്രാക്ഷൻ ഡിസോസിയേറ്റ് ചെയ്ത് പോയി. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? ബാക്കി 1 - ആൽഫ ഫ്രാക്ഷനെ കാണത്തുള്ളൂ അല്ലേ? അതിനെ കോൺസെൻട്രേഷൻ ആക്കാൻ എന്ത് C കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പം KA എന്ന് പറയുന്നത് A+ന്റെ കോൺസെൻട്രേഷൻ ഇൻറ്റു B- കോൺസെൻട്രേഷൻ ഡിവൈഡഡ് ബൈ AB-യുടെ കോൺസെൻട്രേഷൻ ആണ്. അപ്പം A+ എന്താണ്? C ആൽഫ. B- എന്താണ്? C ആൽഫ ഡിവൈഡഡ് ബൈ 1 - ആൽഫ ഇൻറ്റു C എന്ന് എഴുതാം. അപ്പോൾ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? C² ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 - ആൽഫ ഹോൾ സ്ക്വയർ എന്ന് എഴുതി കൂടെ. ഇനി എന്ത് ചെയ്യാൻ പറ്റും? 1 - ആൽഫ C എന്ന് എഴുതാം അല്ലേ? ഇനി സിയും ഒരു C വെട്ടിപ്പോയി എന്ത് കിട്ടും? C ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 - ആൽഫയാണ് എന്ത്? അതിൻ്റെ KA എന്ന് പറയുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. KA ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് C ആൽഫ സ്ക്വയർ ഡിവൈഡഡ് ബൈ 1 - ആൽഫയാണ്.
നിങ്ങൾ ഈ ഒരു വരുന്ന കാര്യം എന്ത് ചെയ്യേണ്ട, അറിഞ്ഞിരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ആ ആൽഫയുടെ ഇക്വേഷൻ ലാംഡ എം ബൈ ലാംഡ 0 എം ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് കെ എ എന്ന് പറയുന്നത് സി ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന് ഓർത്തിരിക്കണം. ഇനി നമ്മൾ ഈ ഒരു ഇക്വേഷനിൽ കെ എ ഇസിക്കൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫയാണ് അല്ലേ. ഈ ആൽഫയുടെ വാല്യൂ നിങ്ങൾ ഇതിട്ട് കൊടുത്ത് നോക്കി, സി ഇൻറ്റു ആൽഫയ്ക്ക് എന്ത് കൊടുക്കാം, ലാംഡ എം ഡിവൈഡ് ബൈ ലാംഡ 0 എം ദ ഹോൾ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫയ്ക്ക് എന്ത് കൊടുക്കാം, ലാംഡ എം ഡിവൈഡ് ബൈ ലാംഡ 0 എം. എന്തെന്ന് കിട്ടും നമുക്ക്, ഇവിടെ സി ഇൻറ്റു ലാംഡ എം സ്ക്വയർ ഡിവൈഡ് ബൈ ഈ ലാംഡ 0 എം സ്ക്വയറിന് താഴെ എഴുതാമല്ലോ, എന്ത് കിട്ടും, ലാംഡ 0 എം സ്ക്വയർ ഇൻറ്റു ഇതിനകത്തോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ, ലാംഡ 0 എം മൈനസ് ലാംഡ എം ഡിവൈഡ് ബൈ ലാംഡ 0 എം എന്ന് കിട്ടും. അകത്തോട്ട് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എന്നിട്ട് ഒരു ലാംഡ 0 എമ്മും ഒരു ലാംഡ 0 എമ്മിൻ്റെ സ്ക്വയറും പോയി നമുക്ക് എന്ത് കിട്ടും, സി ലാംഡ എം സ്ക്വയർ ഡിവൈഡ് ബൈ ലാംഡ 0 എം ഇൻറ്റു ലാംഡ 0 എം മൈനസ് ലാംഡ എം എന്ന് കിട്ടും. ഇതാണ് എന്ന് പറയുന്നത് കെ എ ഇൻ ടേംസ് ഓഫ് എന്തിൻ്റെ, മോളാർ കണ്ടക്ടിവിറ്റി ആൻഡ് ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റി. അപ്പോൾ നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് കെ എ അതിൻ്റെ മോളാർ കണ്ടക്ടിവിറ്റി അല്ലെങ്കിൽ ലിമിറ്റിംഗ് മോളാർ കണ്ടക്ടിവിറ്റിയുടെ ഇക്വേഷനിൽ എഴുതാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾ ഒരു ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ഇക്വേഷൻ എഴുതുക, കെ എ ഇസിക്കൽ ടു സി ആൽഫ സ്ക്വയർ ഡിവൈഡ് ബൈ 1 മൈനസ് ആൽഫ എന്ന് എഴുതുക. അതിനുശേഷം ആൽഫയ്ക്ക് എന്തിൻ്റെ വാല്യൂ കൊടുക്കുക, ലാംഡ എം ഡിവൈഡ് ബൈ ലാംഡ 0 എമ്മിൻ്റെ വാല്യൂ കൊടുക്കുക. നിങ്ങൾ ഈ ഇക്വേഷൻ ബൈഹാർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല, പക്ഷേ അറിഞ്ഞിരിക്കണം പരീക്ഷയ്ക്ക് കെ എ ഡിസോസിയേഷൻ കോൺസ്റ്റന്റ് ലാംഡ എമ്മിൻ്റെയും ലാംഡ 0 എമ്മിൻ്റെയും ടേംസിൽ എഴുതാൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഈ ഇക്വേഷൻ അറിയാം, ഈ ഇക്വേഷൻ അറിയാം. അപ്പോൾ കെ എ എഴുതുക, അതിൽ ആൽഫയ്ക്ക് എന്ത് ചെയ്യുക, ഈ ഇക്വേഷനിലെ വാല്യൂ കൊടുത്തിട്ട് എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ലാംഡ എമ്മിൻ്റെയും കെ എയുടെയും തമ്മിലുള്ള റിലേഷൻ ഡിറൈവ് ചെയ്യുക കേട്ടോ. വളരെ ഈസിയാണ്. ഇനി ഇതിനെ സംബന്ധിച്ച ഈ ഒരു കണ്ടക്ടൻസിനെയും മോളാർ കണ്ടക്ടൻസിനെയൊക്കെ സംബന്ധിച്ച ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യും, നമ്മൾ അടുത്ത ക്ലാസ്സിൽ വരുന്ന ക്ലാസ്സുകളിൽ എന്ത് ചെയ്യും, വളരെ വിശാലമായിട്ട് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, എല്ലാ പ്രോബ്ലംസും വളരെ ഈസി ആയിട്ട് സോൾവ് ചെയ്ത് പോകാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയാണ് ഫോക്കസ് ചെയ്യുന്നത്.